4 ഗുജറാത്തികളാണ് ശരിക്കും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പേര് വിൽക്കുന്നു, 2 പേര് വാങ്ങിക്കുന്നു. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പേരിൽ ചിലപ്പോൾ എന്റെ അക്കൗണ്ട് തന്നെ അടിച്ചു പോയെന്ന് വരാം. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. വിൽക്കുന്ന 2 പേരാണ് മോദിയും അമിത്ഷായും, വാങ്ങുന്ന 2 പേര് അദാനിയും അംബാനിയും. കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം. പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയാം. ഗുജറാത്തികൾക്ക് പിന്നെ ബിസിനസ് അല്ലേ മെയിൻ. അത് നമ്മളിപ്പോ പ്രാക്ടിക്കൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. ഞാൻ കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. ഇതിനകത്ത് ഒരു രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ തന്നെ പറയുവാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ ബിജെപിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു ആർമിക്കാരൻ എന്ന നിലയിൽ ഞാൻ ബോർഡറിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഓരോ ജനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ശരിക്കും ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മോദിയും അമിത്ഷായും കൂടി പെട്രോളിയം, റെയിൽവേ ഇതുപോലെയുള്ള വകുപ്പുകളെല്ലാം അംബാനിക്ക് വിറ്റ്. എയർപോർട്ട്, സീപോർട്ട്, അതായത് തുറമുഖങ്ങൾ ഇതെല്ലാം അദാനിക്കും വിറ്റ്. അങ്ങനെ ചെയ്യണോണ്ട് എന്താണ് പ്രശ്നം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം. പ്രശ്നമുണ്ട്. അത് സത്യം പലതും പറഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കാൻ നോക്കും. എന്താണ് പ്രകോപനം? പ്രകോപനം എന്ന് വെച്ചാൽ ഒരുതരം പോലിട്ടിളക്കല്. ഓഹോ, ഇനി അവന്മാരങ്ങനെ ചെയ്താ നമ്മൾ സമ്മയനം പഠിക്കണം. സമ്മയനം എന്ന് വെച്ചാൽ മിണ്ടാതെ നിൽക്കണമെന്ന്. തന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് എന്ത് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിലും, എന്ത് കാര്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ലീഗലിനേക്കാൾ കൂടുതലായി ഇല്ലീഗൽ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾക്ക് വേണ്ട ഒരു കാര്യമാണ് തുറമുഖങ്ങൾ അല്ലെങ്കിൽ എയർപോർട്ട്. കാരണം തുറമുഖം ഗവൺമെന്റും നമ്മുടെ സ്വന്തമാണെങ്കിൽ പിന്നെ അവിടെ വരുന്നത് എന്താണെന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളും കേൾക്കാറില്ലേ, 2 കിലോ MDMA പിടിച്ചു, 1 കിലോ MDMA പിടിച്ചു. പക്ഷെ ആരെങ്കിലും ഇന്ന് വരെ ഇതിന്റെ റൂട്ട് വരെ എത്തിയിട്ടുണ്ട്? എത്താൻ പറ്റില്ലേ? ഉറപ്പായിട്ടും എത്താൻ പറ്റും. പക്ഷെ എത്രയും മുന്നേ ഇടക്ക് വെച്ച് തന്നെ അത് സ്റ്റോപ്പ് ആയി പോകും. അതെന്താണ് റീസൺ എന്ന് പൊതുജനങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്ന കാര്യമാണ്. അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഞാനിപ്പോ ഡ്രഗ്സിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, പല കാര്യങ്ങളും ഇന്ത്യക്കകത്ത് വന്നത് എങ്ങനെയാണെന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറ്. ഇതൊന്നും ബോർഡർ ലൈനിലുള്ള കമ്പികൾ കട്ടിംഗ് പ്ലെയർ വെച്ച് കട്ട് ചെയ്തിട്ട് അതുവഴി നടന്നുള്ളിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല. ഉറപ്പായിട്ടും ഷിപ്പിംഗ് മാർഗവും എയർ മാർഗവുമാണ് വരുന്നത്. ഇതെല്ലാം ഉള്ളത് ആരുടെ കയ്യിലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു സോൾജർ എന്നുള്ള രീതിയിൽ ഒരു മതത്തിനെ ഞാൻ പ്രത്യേകിച്ച് നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നില്ല. ആര് വന്നാലും ഇവരെല്ലാം കട്ടുപിടിപ്പിക്കുമോ? ഇതിന് സത്യം പറഞ്ഞാൽ എല്ലാവരെയും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അവിടെ മതം എടുത്തിടും. വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ പണ്ട് ഈ പറഞ്ഞ പോലെ മതത്തിന്റെ പേരിൽ ഇത്ര അടിയില്ല. ഇന്നാണ് സോഷ്യൽ മീഡിയയിൽ മതത്തിന്റെ പേരിൽ ഇത്ര അടി ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എന്താ സൊല്യൂഷൻ എനിക്ക് സത്യമായിട്ട് അറിയും. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറ്റുമെങ്കിൽ പാർട്ടിയുടെ പേരിലും മതത്തിന്റെ പേരിലും കൂടെ തമ്മിൽ തല്ലാണ്ട് എന്തെങ്കിലും സൊല്യൂഷൻ പറയും.